രാജ്യതലസ്ഥാനത്ത് നിന്നും കൊച്ചിയിലേക്കുള്ള ലഹരിക്കടത്ത് റാക്കറ്റിലെ മുഖ്യ കണ്ണിയെക്കുറിച്ച് സുപ്രധാന വിവരങ്ങൾ പോലീസിന്. ഡൽഹിയിൽ നിന്നും ലഹരി അയക്കുന്നത് വൈപ്പിൻ സ്വദേശിയായ അനന്തുവെന്ന് അറസ്റ്റിലായ അർജുൻ മൊഴി നൽകി. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഇപ്പോഴാകില്ലെന്നും കേസിൽ തുടർ അറസ്റ്റുകൾ ഉടനുണ്ടാകുമെന്നും പോലീസ്. കഴിഞ്ഞ ദിവസമാണ് 716 ഗ്രാം MDMA കൊച്ചിയിൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് സ്വദേശി അർജുൻ വി നാഥിനെ വലയിലാക്കുകയും ചെയ്തിരുന്നു. അർജുനെ ചോദ്യം ചെയ്തതിൽ നിന്നും അതോടൊപ്പം തന്നെ പോലീസ് നടത്തിയ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും ചില സുപ്രധാന വിവരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. തനിക്ക് ഡൽഹിയിൽ നിന്നും ലഹരി അയക്കുന്നത് വൈപ്പിൻ സ്വദേശിയായിട്ടുള്ള അനന്തുവാണ് എന്നതാണ് അർജുൻ്റെ മൊഴി. ഇരുവരും ചേർന്ന് 5 തവണയിലധികം ലഹരിക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസിന് ഇപ്പോൾ പ്രാഥമികമായി ബോധ്യമായിരിക്കുന്നത്. കിലോ കണക്കിന് ലഹരിയാണ് അനന്തു ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് അർജുൻ്റെ പേരിലേക്ക് അയച്ചിട്ടുള്ളത്. അതോടൊപ്പം ചില മാസങ്ങളിൽ 3 കിലോയിലധികം വരെ ലഹരി ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ. വാട്ടർ ഹീറ്ററിനകത്തും മറ്റും ഒളിപ്പിച്ച് കൊറിയർ മാർഗമാണ് ഇത്തരത്തിൽ ഡൽഹിയിൽ നിന്നും ഇവിടേക്ക് ലഹരി എത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ 1 ഗ്രാം ലഹരി 700ഓളം രൂപയ്ക്കാണ് ഇവർ വാങ്ങിയിരുന്നത്. തുടർന്ന് ഇവിടെ വിറ്റഴിച്ചതാകട്ടെ 3000-ലധികം രൂപയ്ക്കും. അപ്പോൾ ഇത്രയധികം രൂപ ഇതിനിടയിൽ ഇവർക്ക് ലാഭമായി കിട്ടിയിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പോലീസ് അത്തരത്തിൽ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിൽ ബാങ്കിലെ ഇൻഷുറൻസ് ഏജന്റായി ജോലി നോക്കുകയായിരുന്നു ഈ പറയുന്ന അർജുന് അനന്തുവിൻ്റെ ഫോൺ വരും പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ലഹരി ഇന്ന ദിവസം വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. ആ ഘട്ടത്തിൽ അർജുൻ തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വരും, ലഹരി സ്വീകരിക്കും. അതിനുശേഷം നേരെ കൊണ്ടുപോകുന്നത് സുഹൃത്ത് വാടകയ്ക്കെടുത്ത അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അവിടെ കൊണ്ടുപോയി രഹസ്യമായി ഇത് സൂക്ഷിക്കും. സുഹൃത്ത് പോലും അറിയാതെയാണ് ഇക്കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നതാണ് പോലീസ് സംഘം തന്നെ പറയുന്നത്. തുടർന്ന് ഈ അനന്തു പറയുന്ന ആളുകൾക്ക് വേഗത്തിൽ ഈ ലഹരി കൈമാറും. ഇതായിരുന്നു ഇവരുടെ ഒരു രീതി. അതോടൊപ്പം തന്നെ ഒറ്റ കൺസൈൻമെൻറ്റ് വരുമ്പോൾ തനിക്ക് കിട്ടിയിരുന്നത് 25,000 രൂപയുടെ കമ്മീഷനാണ് എന്നതാണ് അർജുൻ്റെ മൊഴിയായി വന്നിരിക്കുന്നത്. പക്ഷേ പോലീസ് അത് വിശ്വസിക്കുന്നില്ല. കൂടുതൽ തുക കിട്ടിയിട്ടുണ്ടെന്നും ഇതിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഇവർക്കും ഉണ്ടെന്നും കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന് ബോധ്യമായിരിക്കുന്നത്. ഇതോടൊപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തൃക്കാക്കര ഭാഗത്ത് 200 ഗ്രാം MDMAയുമായി ഒരാൾ പിടിയിലായിരുന്നു. അമൽ എന്നായിരുന്നു അയാളുടെ പേര്. അയാൾക്ക് ലഹരി കിട്ടിയതും ഈ പറയുന്ന ഡൽഹിയിൽ നിന്നായിരുന്നു. അനന്തുവാണ് അയാൾക്കും ലഹരി അയച്ചത് എന്നതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ അനന്തു ഇത്തരത്തിൽ പല ആളുകൾക്കും ലഹരി അയച്ചിട്ടുണ്ടെന്നും അതിലൊരാളാണ് കഴിഞ്ഞ ദിവസം പിടിയിലായിട്ടുള്ള അർജുൻ എന്നുമാണ് പോലീസിൻ്റെ ഇപ്പോൾ അന്വേഷണത്തിലേക്ക് വന്നിട്ടുള്ളത്. ചേരാനെല്ലൂർ പോലീസ് ഉടൻ തന്നെ ഈ പറയുന്ന അർജുനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യും. തുടർന്ന് അനന്തുവിലേക്ക് എത്താനാണ് പോലീസിൻ്റെ നീക്കം. ആദ്യഘട്ടത്തിൽ 1 ഗ്രാം MDMAയുമായിട്ടാണ് ഈ അർജുൻ പിടിയിലാകുന്നത്. തുടർന്ന് ചേരാനെല്ലൂർ പോലീസിന് അർജുനെ കൈമാറുന്നു, കേസെടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഡാൻസ് ഓഫ് ടീമിന് ഒരു കാര്യം വ്യക്തമായിരുന്നു, ഇത്തരത്തിൽ കൂടുതൽ ലഹരി ഒരു സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് തൃക്കാക്കരയിലെ മറ്റൊരു സ്ഥലത്ത് 715 ഗ്രാം ലഹരി ഉണ്ട് എന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ പോലീസ് അവിടെ ചെന്ന് ആ ലഹരി കണ്ടെടുക്കുകയാണ്, ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 കേസുകൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ അർജുനെതിരെ. ക്യാമറമാൻ ശരത് തമ്പാട്ട്, കവനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.